Okay, students, welcome back. നമ്മൾ കണ്ടത് രണ്ട് ലിസണറിനെയാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ കീബോർഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, കീബോർഡ് കീ ലിസണർ ഇന്റർഫേസ് ആൻഡ് മൗസിന്റെ 2 ടൈപ്സിലുള്ള അല്ലെ, മൗസ് ലിസണർ ആൻഡ് മൗസ് മോഷൻ ലിസണർ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ലിസണർ ഇന്റർഫേസ് വിൻഡോയുടെ കേസസിലുണ്ട്. അതാണ് വിൻഡോ ലിസണർ ഇന്റർഫേസ്. ഈ വിൻഡോ ലിസണറിൽ വരുന്ന മെത്തേഡ്സ് വിൻഡോ ആക്ടിവേറ്റഡ്, വിൻഡോ ക്ലോസ്ഡ്, വിൻഡോ ക്ലോസിംഗ്, വിൻഡോ deactivated, വിൻഡോ de-iconified, വിൻഡോ iconified, വിൻഡോ ഓപ്പൺഡ്. ഇത്രയും മെത്തേഡ്സ് ഈ വിൻഡോ ലിസണറിലുണ്ട്. നമ്മൾ കീ ലിസണറിലും മൗസ് ലിസണറിലും കണ്ടതുപോലെ തന്നെ വിൻഡോ ലിസണറിൽ വരുന്ന മെത്തേഡാണ്. നമ്മൾ വിൻഡോ ആക്ടിവേറ്റഡ് ആക്കുക, വിൻഡോ ക്ലോസ് ചെയ്യുക, വിൻഡോ ക്ലോസിംഗിലേക്ക് വിൻഡോ ഡീആക്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഐക്കോണിഫൈ ചെയ്യുകയും ചെയ്യുക, ഡി ഐക്കോണിഫൈ ചെയ്യുകയും ചെയ്യുക, വിൻഡോ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയുള്ള ഇത്രയും മെത്തേഡ്സ് നമുക്ക് വിൻഡോ ലിസണറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ awt.event.window ഇവന്റിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിൻഡോ ലിസണറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് വിൻഡോ ലിസണറിനെയാണ്. കൺസ്ട്രക്ടർ എഴുതി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ് വിൻഡോ ലിസണർ, ദിസ് സൈസ് സെറ്റ് ചെയ്തു, ലേഔട്ട് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി സെറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ മെയിനകത്ത് കൺസ്ട്രക്ടർ കൊടുത്തു. ഇനി വിൻഡോ ആക്ടിവേറ്റഡ് മെത്തേഡ് ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിൻഡോ ആക്ടിവേറ്റഡ്. ഇവിടെ നമ്മൾ വിൻഡോ ഇവന്റ് ഒബ്ജക്ട് നെയിം കൊടുത്തു, അതിനകത്ത് നമ്മൾ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആക്ടിവേറ്റഡ് എന്ന്. ഒരെണ്ണമാണത് വിൻഡോ ആക്ടിവേറ്റഡ്. നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സിൽ ഒരെണ്ണം ഇവിടെ വന്നിരിക്കുന്ന വിൻഡോ ആക്ടിവേറ്റഡ് ആണ്. വിൻഡോ ക്ലോസ്ഡ് വേറൊരു മെത്തേഡ്. ഇനി വിൻഡോ ക്ലോസിംഗ്. ഇവിടെ ഇപ്പൊ ഇതിനകത്ത് എല്ലാ കേസസിലും നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു വിൻഡോ ആക്ടിവേറ്റ് ചെയ്യുകയോ വിൻഡോ ക്ലോസ് ചെയ്യുകയോ വിൻഡോ ഡീആക്ടിവേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ മെത്തേഡിന്റെ കണ്ടന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ്. ക്ലോസ്ഡ് അല്ലെ ക്ലോസിംഗ്, നമ്മൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാകാൻ വേണ്ടി അതിനകത്തൊരു മെസ്സേജ് കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും സമയത്ത് ഇത് എപ്പോഴാ ഒക്കർ ചെയ്യുക, നമ്മുടെ വിൻഡോ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെ വിൻഡോ ക്ലോസ്ഡ് ആണെങ്കിൽ, വിൻഡോ ക്ലോസിംഗ് ആണെങ്കിൽ എന്ത് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ട ഒരു ലിസണർ ഉണ്ട്. നമ്മളിവിടെ ഒരു വിൻഡോയുടെ ലിസണറിനെ കൊടുത്തിട്ടുണ്ട്, ആഡ് വിൻഡോ ലിസണർ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ വിൻഡോ ക്ലോസ്ഡ് എന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഒബ്ജക്റ്റ് ഇതിലേക്കായിരിക്കും പാസ് ചെയ്യുക, അതിന്റെ ഒരു കോപ്പി. അപ്പൊ അവിടെ നമുക്കൊരു മെസ്സേജ് കിട്ടും. വേറൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല, നമുക്ക് എന്ത് കോഡ് വേണേലും ഇവിടെ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് system.out.println ക്ലോസ്ഡ് എന്നൊരു മെസ്സേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഏതാണോ ഒക്കർ ചെയ്യുന്ന ഇവന്റ് ആ ഒബ്ജക്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടേക്ക് പാസ് ചെയ്യിക്കും. പിന്നെ നമുക്കിവിടെ അതിന്റെ ഏതാണോ സംഭവിക്കേണ്ടത്, ഇപ്പൊ മെസ്സേജ് മാത്രമേ ഉള്ളെങ്കിൽ അത് കൊടുക്കുക. ഇനി വേറെ എന്തെങ്കിലും അതിനകത്തൊരു ആക്ഷൻ നടക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പൊ നമ്മള് വിൻഡോ ക്ലോസിംഗ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ആ ഒരു മെസ്സേജ് കൊടുത്തു. ദെൻ വിൻഡോ ഡീആക്ടിവേറ്റഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിൻഡോ ഡി ഐക്കോണിഫൈഡ് കൊടുത്തിട്ടുണ്ട്, വിൻഡോ ഐക്കോണിഫൈഡ് കൊടുത്തിട്ടുണ്ട്, വിൻഡോ ഓപ്പൺഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് അവിടെ വന്നു കഴിഞ്ഞാല് നമ്മുടെ ആ വിൻഡോ ലിസണർ അവിടെ നിന്ന് ആ ഒബ്ജക്റ്റിനെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റുകളിലേക്ക് പാസ് ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ പെർഫോം ചെയ്യും. ഇവിടെ നമ്മളൊരു ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ആ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കുറെ ലിസണർ ഇന്റർഫേസ്. നമ്മൾ AWT കുറെ ലിസണേഴ്സിനെ പറഞ്ഞു, അതായത് കീബോർഡ്, മൗസ്, വിൻഡോ അല്ലെ, ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾ ഓൾറെഡി ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ് ഇത് വെച്ചൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനിയും ബാക്കിയുള്ളത് പുറകെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേറെ കുറച്ച് ഇന്റർഫേസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. വിൻഡോ, മൗസ്, എന്താണ് കീബോർഡ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ലിസണർ ഇന്റർഫേസും അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സും ആണ് നമ്മളിപ്പോ ഒന്ന് കണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് AWT എന്ന് പറയുന്ന
അതായത് അബ്സ്ട്രാക്ട് വിൻഡോയിങ് ടൂൾ കിറ്റിലെ കമ്പോണൻസിൽ കുറച്ച് കമ്പോണൻസ്, പിന്നെ കുറെ ഇവന്റ്സ്, എന്താണ് ഇവന്റ്, ലിസണർ എന്താണ്, ഇവന്റ് ടൈപ്പ് എന്താണ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, പിന്നെ കുറച്ച് അഡാപ്റ്റർ ക്ലാസ്സുകളും അതിന്റെ കറസ്പോണ്ടിങ് മെത്തേഡ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് AWT യിൽ നിന്ന് മാറി സ്വിംഗ് കമ്പോണൻസിലേക്കാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇതിൽ നിന്നും സ്വിംഗിലേക്ക് ഒന്ന് ചേഞ്ച് ആവുകയാണ്. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ്സിലേക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഡ്രോബാക്ക് ഓഫ് AWT എന്നാണ് പറയുക. Because of variations between operating system, a component might look or act differently on different platform. That is, the look and feel of each component was fixed and could not be changed. The use of heavyweight components caused some frustrating restrictions. നമ്മൾ AWT കമ്പോണൻസ് ഒരു ബട്ടൺ അല്ലെ ഒരു ലേബൽ പ്ലേസ് ചെയ്യുമ്പം അതിന്റെ OSനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനൊരു ഡിഫറെന്റ് ലുക്ക് ആൻഡ് ഫീല് കിട്ടാറുണ്ട്. നമ്മൾ വിൻഡോ OSൽ ചെയ്യുന്നതും ലിനക്സ് OSൽ ചെയ്താലും ആ സെയിം ഒരു ഫീലിങ്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം OSന്റെ ഡിഫറൻസ്, അപ്പൊ OSനോട് ഒരു ഡിപ്പെൻഡൻസി ആ കമ്പോണൻസിന് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഈ AWT കമ്പോണൻസിനുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെവി വെയ്റ്റ് കമ്പോണൻസ് ആണ് നമ്മുടെ AWT എന്ന് പറയുക. അതിനുള്ള റീസൺ എന്താണെന്ന് പറയാം. നമ്മളിവിടെ AWT കമ്പോണൻസ് ഹെവി വെയ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞു. അതിനൊരു റീസൺ ഉണ്ട് ആക്ച്വലി. അതായത് ഈച്ച് AWT കമ്പോണൻസ് ഗെറ്റ് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോ. ഈച്ച് AWT കമ്പോണന്റ് ഗെറ്റ്സ് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോ. അപ്പൊ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താ, അതിന് ഓരോന്നിനും ഓരോ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം ആവശ്യമാണ്, ഓരോ കമ്പോണന്റിനും. അപ്പൊ ഇങ്ങനെ ഓരോ കമ്പോണന്റിനും ഓരോ വിൻഡോ എന്ന് പറയുമ്പോൾ അതിന്റെ പെർഫോമൻസ് സ്ലോ ആവുകയും ചെയ്യും. നമുക്ക് കൂടുതലും മെമ്മറിയുടെ യൂസേജും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ AWT കമ്പോണൻസിനെ നമ്മൾ ഹെവി വെയ്റ്റ് കമ്പോണന്റ് എന്നാണ് പറയുക. പിന്നെ ഒന്ന് ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് OSനോട് റിലേറ്റ് ചെയ്തായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ ഈ കമ്പോണൻസിനെ നമുക്ക് ഹെവി വെയ്റ്റ് കമ്പോണൻസ് എന്ന് പറയാം. അതിന്റെ റീസൺ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, ഇത് ഗെറ്റ്സ് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോ വേണം. അപ്പോൾ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോ വേണമെങ്കിൽ അതിന്റെ പെർഫോമൻസ് സ്ലോ ആകുന്നു. അതുപോലെ തന്നെ മെമ്മറി കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായി വരുന്നു. അപ്പം അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് സ്വിംഗിന്റെ ഇൻട്രൊഡക്ഷൻ. സ്വിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1997. Then it was included as part of Java Foundation Classes, അതായത് JFC, Java Foundation Classന്റെ ഒരു പാർട്ടാണ് സ്വിംഗ് എന്ന് പറയുന്നത്. It was initially available for use with Java 1.1. അപ്പൊ നമ്മൾ AWTയുടെ ഡ്രോബാക്കിൽ അതൊരു ഹെവി വെയ്റ്റ് കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് കണ്ടതാണ് സ്വിംഗ് എന്ന് പറയുന്നത്. ഇത് ജാവ ഫൗണ്ടേഷൻ ക്ലാസിന്റെ ഒരു പാർട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് സ്വിംഗ്. അപ്പൊ നമ്മളിവിടെ AWT ഹെവി വെയ്റ്റ് എന്ന് പറഞ്ഞ് പകരം സ്വിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ സ്വിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ലൈറ്റ് വെയ്റ്റ് കമ്പോണന്റ് എന്ന് പറയും. സ്വിംഗ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് കമ്പോണന്റ്. അതിനുള്ള റീസൺ എന്താണ്, സ്വിംഗ് കൺട്രോൾസ് സ്ട്രോൺ as images in their containers. Swing controls drawn as images in their containers and don't have an operating platform window of their own. AWTയിൽ നമുക്ക് ആവശ്യം വേണ്ടത് എന്തായിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോ വേണമെങ്കിൽ സ്വിംഗിന് അതിന്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം വിൻഡോയുടെ ആവശ്യമില്ല. പകരം അത് എന്തായിട്ടാണ് വരുന്നത്, കണ്ടെയ്നേഴ്സിലുള്ള ഇമേജസ് ആയിട്ടാണ് സ്വിംഗ് കമ്പോണൻസ് നമുക്ക് കിട്ടുക. അത് തന്നെയാണ് അതിന്റെ ലൈറ്റ് വെയ്റ്റ് കമ്പോണന്റ് എന്നുള്ളതിന്റെ ഒരു റീസൺ. സെക്കൻഡ് പോയിന്റ്, ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ AWTയിലെ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് OSനോട് റിലേറ്റഡ് ആയിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. സ്വിംഗ് ആണെങ്കിൽ എല്ലാ കമ്പോണന്റിലും നമുക്ക് സെയിം ഒരു ലുക്ക് ആൻഡ് ഫീൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സ്വിംഗ് കമ്പോണൻസ്.
Swing provides the look and feel of the modern Java GUI. അപ്പം ഇത് രണ്ട് റീസൺ ആണ്. ഒന്ന്, ഇത് ലൈറ്റ് വെയിറ്റ് കമ്പോണന്റ് ആണ്. പിന്നെ ലുക്ക് ആൻഡ് ഫീലിലുള്ള ഡിഫറൻസും ആണ് നമ്മൾ AWT-യിൽ നിന്നും ഇതിനെ ഡിഫറൻസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞു സ്വിംഗ് ആണ് നല്ലത്, അല്ലെ അത് സെപ്പറേറ്റ് OS-ന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലാറ്റ്ഫോം ആവശ്യമില്ല, പിന്നെ എന്തിനാണ് AWT നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം അല്ലെ. അങ്ങനെയല്ല, സ്വിംഗ് എലിമിനേറ്റ്സ് എ നമ്പർ ഓഫ് the limitations inherent in the AWT, but Swing does not replace it. അതിനെ ഒരിക്കലും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല. കാരണം എന്താ, Swing is built on the foundation of the AWT. That is why the AWT is still a crucial part of Java. അപ്പോൾ Swing ആണ് കുറെ കൂടെ ലൈറ്റ് വെയിറ്റ് കമ്പോണന്റ് ആണ്. അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ, പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും Swingനെ നമ്മൾ അങ്ങ് നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആണിത്. Swing is built on the foundation of the AWT. AWT-യുടെ ഫൗണ്ടേഷനിലാണ് നമ്മൾ സ്വിങ്ങിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ AWT ഇല്ലാതെ നമുക്കൊരു സ്വിങ്ങിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന്റെ ബേസ് എന്ന് പറയുന്നത് AWT തന്നെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ദേ ആർ ലൈറ്റ് വെയിറ്റ്, ദെൻ സ്വിങ് സപ്പോർട്ട്, പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ. അത് നമുക്ക് AWT-ക്ക് ഇല്ലായിരുന്നു. ആ രണ്ട് അഡ്വാൻറ്റേജ് നമുക്കിവിടെ സ്വിങ്ങിന് ഉണ്ട്. അപ്പൊ ഇതാണ് സ്വിംഗ് കമ്പോണൻസ് ലൈറ്റ് വെയിറ്റ് എന്നുള്ളതിന്റെ റീസൺ. ദിസ് മീൻസ് ദാറ്റ് ദേ ആർ റിട്ടൺ entirely in Java and do not map directly to platform specific peers. Then lightweight components are more efficient and more flexible. Next point, lightweight components do not translate into native peers. The look and feel of each component is determined by Swing, not by underlying operating system. That is, each component will work in a consistent manner across all platforms. നമുക്കൊരു ലിനക്സിലോ വിൻഡോസിലോ രണ്ടെണ്ണത്തിൽ ചെയ്താലും സ്വിംഗ് കമ്പോണൻസിന് അതിന്റെ ലുക്ക് ആൻഡ് ഫീലിൽ ഒരു ചേഞ്ച് വരുന്നില്ല. സെയിം ലുക്ക് ആൻഡ് ഫീൽ ആണ്, പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ ആണ്. അതുപോലെ തന്നെ ഇതിനൊരു ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് അല്ല സ്വിംഗ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് അതിന്റെ ഫീല് സെയിം ആയിരിക്കും. ഇതാണ് അതിന്റെ ലൈറ്റ് വെയിറ്റ് കമ്പോണന്റിന്റെ ഒരു റീസൺ. അതുകൊണ്ട് എന്താണ്, ഈ മെമ്മറിയുടെ യൂസേജ് കുറവാണ്. കാരണം അതിനെങ്ങനെയാ വരുന്നത്, കണ്ടെയ്നേഴ്സ് ആയിട്ടാണ്. ഈ കണ്ടെയ്നേഴ്സിലുള്ള ഇമേജ് ആയിട്ടാണ് സ്വിംഗ് കമ്പോണൻസിന്റെ അപ്പിയറൻസ് എന്ന് പറയുക. സ്വിംഗ് സപ്പോർട്ട് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ അത് പറയുമ്പോൾ, ബിക്കോസ് ഈച്ച് സ്വിംഗ് കമ്പോണന്റ് ഈസ് rendered by Java code rather than by native peers. The look and feel of a component is under the control of a Swing. This fact means that it is possible to separate the look and feel of a component from the logic of the component, and this is what Swing does. In other words, it is possible to plug in a new look and feel for any given component without creating any side effect in the code that uses that component. Moreover, it becomes possible to define entire set of look and feels that represent different GUI style. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണിത്. പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഓരോ OS-ലും സെപ്പറേറ്റ് ലുക്ക് ആൻഡ് ഫീൽ. അത് AWT-ക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വിങ്ങിന് അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ ഓരോ കമ്പോണന്റും, ഈച്ച് കമ്പോണന്റ് ഈസ് റെൻഡേർഡ് ബൈ ജാവ കോഡ് റാദർ ദാൻ ബൈ നേറ്റീവ് പീസ്. അതുകൊണ്ട് തന്നെ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് സ്വിങ്ങിന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. ഇവിടെ നമ്മളൊരു സ്വിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അവിടെ ഒരു മോഡൽ വ്യൂ കൺട്രോളർ എന്നാണ് അവിടെ പറയുക. സ്വിങ്ങിന്റെ ഒരു കണക്ഷൻ പറയുന്നത് മോഡൽ വ്യൂ കൺട്രോളർ ഓർ MVC കണക്ഷൻ എന്നാണ്. That is, a visual component is a composite of three distinct aspects. First എന്താണ്, the way that the components look when rendered on the screen. Second point, the way that the components react to the user. Next is the state information associated with the component. 3 പോയിന്റ് ഒരു വിഷ്വൽ കമ്പോണന്റിന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. എങ്ങനെയാണ് അത് സ്ക്രീനില് ആ കമ്പോണന്റ് ലുക്ക് ആകുന്നത്. ദെൻ ദ കമ്പോണന്റ് റിയാക്ട്സ് ടു ദ യൂസർ. എങ്ങനെയാണ് യൂസറിനോട് അത് റിയാക്ട് ചെയ്യുക, ഏത് കമ്പോണന്റും ആയിക്കോട്ടെ.
തേർഡ് പോയിന്റിൽ നമ്മൾ പറയുക സ്റ്റേറ്റ് ഇൻഫർമേഷൻ